സാർ. ആ, ഇതെന്താണോ, മരപ്പെട്ടിയോ അതോ പാമ്പോ? അതൊന്നുമില്ല സാറേ, പെരിച്ചാഴിയാ. ആ, അടിപൊളി. കേട്ടോ അങ്ങേരെ അവിടെ ഉണ്ടാവും നടക്കില്ല സാറേ. വേണോ? ശില്പ, അവിടെ അവിടെ ശില്പ, സാറിന്റെ പെരിച്ചാഴി തിരിഞ്ഞോ? ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ കയ്യിലുണ്ട് ഒരു പെരിച്ചാഴി. ബഷീറേ, എന്താ സാർ? കൊച്ചു വാള വെച്ചോടോ. അകത്തില്ല സാറേ, നോക്കിയില്ല. നിങ്ങൾ എന്താ സാർ അവളെ ചെയ്ത? I swear to God. ബഷീറേ, റീന ക്വാർട്ടേഴ്സിലോട്ട് വയ്ക്കും. ഇതിൽ ആവശ്യമുണ്ടെ വിളിക്കാം. ശരി സാർ. നീ എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ തിരിച്ചൊന്നും പറയാത്ത എന്താണെന്നറിയോ? ഇവളെ ഓർത്തിട്ടാ. സർ, സർ രക്ഷിക്കണം സർ. ഈ കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം നശിച്ചു. ഞാൻ സാറിന്റെ കാല് പിടിക്കാൻ സഹായിക്കണം. ഞാൻ സഹായിക്കാം, പക്ഷെ നീ എനിക്ക് പകരം എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം സർ. ഓ, എന്തു വേണം തരുമോ? തരാം സർ. വാ, ഈ ഒരു രാത്രി, ഈ ഒരൊറ്റ രാത്രി നിന്റെ ശില്പ എനിക്ക് തരും. So what the sir? സർ എന്ത് ചൂടാവല്ലേ? സമ്മതിച്ച നിന്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഇല്ലാതെ ഞാൻ ഇവിടുന്ന് വിടാം. സാർ, കല്യാണം കഴിക്കാൻ പോണ പെൺകുട്ടിയാ സാർ അവൾ. സാർ എന്ത് വേണമെങ്കിലും. എടാ, അതിന് നീ ഇപ്പോൾ അവളെ കെട്ടിയിട്ടൊന്നുമില്ലല്ലോ മോനെ. കാമുകയുടെ ചാരിത്രവും പരിശുദ്ധിയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന നീ കൊടുക്കും. അവള് പെണ്ണ പുല്ലുപോലെ രക്ഷ. പക്ഷെ നിന്റെ ഗതി അതല്ല. എന്നെ കൊല്ലാൻ നോക്കിയതും പിന്നെ ഈ കഞ്ചാവ് കേസ് അകത്തായ പിന്നെ അമേരിക്കയിലെന്നല്ല നീ എങ്ങും പോവില്ല. സർ, സർ, നീ ആലോചിക്കേ, നന്നായിട്ട് ആലോചിക്കേ.
നീ കേക്കടാ. സാറിപ്പോ പോവും. അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച ദൈവം തമ്മിനെ നിർത്താലും അത് നടത്തിയിരിക്കും. നീ ഇപ്പൊ ഓക്കെ പറഞ്ഞ നിനക്ക് ഓക്കും നാളെ ഇവിടെ നിന്ന് ഒരു പ്രശ്നമില്ലാതെ പോകാം. സർ ഞാൻ എങ്ങനെയാ സർ സമ്മതിക്കുക? നീ അങ്ങനെ സമ്മതിച്ചേക്ക്. വാ വാടാ, നിനക്ക് യൂസിലൊക്കെ പോകണ്ടേ? എന്തായാലും അവൻ ഓക്കെ സാറേ. ഗുഡ് ബോയ്. എന്നാ വാമളെ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. വാ. വാടി. രാഹുൽ, ചെല്ല് ഇങ്ങോട്ട്. ചെല്ല് ശില്പ. സർ ശില്പ എവിടെ? അപ്പൊ എന്ത് ചെയ്യും സാറേ? സർ ശില്പ എവിടെ സർ? പറയാടാ. വാ. വാ. സർ സർ കയറ്. വാ, ഇറങ്ങ്. എന്താ സാർ ഇവിടെ? അവൾക്ക് എന്താ പറ്റിയ? നീ വാ. സാറേ സാറേ എന്തിനാ സാറേ നമ്മളിവിടെ വന്നേക്കണേ? ഇന്നലെ രാത്രി അവളൊന്നിനും സമ്മതിച്ചില്ലടാ. അവസാനം നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം എന്നോട് പറയേണ്ടി വന്നു. അപ്പോൾ അവള് വയലൻ്റായി. സാർ എന്നിട്ട് അവളെവിടെ? എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഇത് പുറത്താരും അറിയാൻ നോക്കണം. അത് ഞാൻ നോക്കിക്കോളാം. ഒച്ച വച്ച കൊന്നുകളെന്റെ മോനെ. അവള് ചത്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നീയും കൂടിയാ. കേട്ടണം? ഇതിപ്പോ അറിയാവുന്നത് നമുക്ക് രണ്ടുപേർക്ക് മാത്രം. എന്റെ കാര്യം സേഫാക്കാൻ എനിക്കറിയാം. ഇതിന്ന് നിനക്ക് രക്ഷപ്പെടണോ വേണ്ടയോ എന്ന് നീ തീരുമാനിക്കേ. എനിക്ക് രക്ഷപ്പെടണ്ട സാർ. ഞാൻ കാരണമല്ലേ അവള്. കുറ്റബോധമൊക്കെ നല്ലതാ. പക്ഷെ അകത്ത് പോയി കിടക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നിനക്ക് യൂസിന് പോകാൻ വിസയൊക്കെ റെഡി ആയിരിക്കല്ലേ? ആലോചിക്ക്.
സർ, സർ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം സർ. എനിക്ക് പോണം സർ. പറയണ പോലെ ഞാൻ എന്തും ചെയ്യാം സർ. എന്നാ ബോഡി നശിപ്പിക്കുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് കണ്ടോ? വേണ്ട സർ, എനിക്ക് കണ്ട. കുറേ നാളെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നാലടാ, വെറുതെ ഒന്ന് പോയി കണ്ടോ. സർ, സർ അത് അവളല്ല സർ. സർ അതിൻ്റെ ശില്പയല്ല. അതേടാ, അതവളല്ല. സർ, എന്താ നിനക്ക് നിരാശയുണ്ടോ അതിൽ? ശില്പ, ശില്പ. എന്താ പേടിയുണ്ടോ? സർ, പ്ലീസ്, ഞാൻ കാല് പിടിക്കാം. എന്നെ എൻ്റെ രാഹുലിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. നിന്റെ രാഹുൽ, അവനിപ്പം നിന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിട്ട എന്തിനാണെന്നറിയോ? ഈ ഒരു രാത്രി നിന്നെ എനിക്ക് തന്ന ഈ കേസിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന് No. Never. എൻ്റെ രാഹുൽ അങ്ങനെ ചെയ്യില്ല. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതൊക്കെ നല്ലതാ. പക്ഷെ അതേ ആത്മാർത്ഥത ആ ആൾക്ക് ഇങ്ങോട്ടും ഉണ്ടാവണം. നിന്റെ രാഹുൽ ഇന്നലെ എന്നെ ചവിട്ടി വീഴ്ത്തിയ സ്ഥലമില്ലേ, അതെൻ്റെ സ്റ്റേഷൻ ഏരിയ. 2 ദിവസം മുമ്പ് നിന്നെപ്പോലൊരു പെങ്കൊച്ചിനെ കൊണ്ട് ഒരുത്തനവിടെ കറങ്ങാൻ വന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ടത് ആ കൊച്ചിൻ്റെ ഡെഡ് ബോഡിയാ. അവനും അവൻ്റെ കൂട്ടുകാരും കൂടി ആ കൊച്ചിനെ, നിന്നെപ്പോലെ തന്നെ ആ പെങ്കൊച്ച് ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും അവനെ, അല്ലേ? ഇവിടെ അടിവാരത്തില് ഭർത്താവ് മരിച്ചൊരു പാവ സ്ത്രീയുണ്ട്. ജീവിക്കാൻ വേണ്ടി അവർ ഈ കാടും മലയൊക്കെ കയറാൻ പോകുമ്പോൾ 4 വയസ്സുള്ള അവരുടെ പെങ്കൊച്ചിനെ ഏൽപ്പിക്കുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. ഒരു ദിവസം അവർ വന്നപ്പോൾ കണ്ടത് ആ കുഞ്ഞിൻ്റെ ശവ. 70 വയസ്സുള്ള കിളവം ഇവൻ കാമം തീർത്തത് ആ പിഞ്ചു കുഞ്ഞിനോട്. ആ കഴിവ സ്റ്റേഷനിലിട്ട് ചവിട്ടി കൂട്ടുന്നത്. നരകത്തിന്റെ അങ്ങേയറ്റം കാണിച്ചിട്ടേ ഞാൻ അവനെ നിയമത്തിനും കോടതിക്കൊക്കെ കൊടുക്കും. സാർ ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല എൻ്റെ രാഹുൽ. അവനൊരു പാവ. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ക്വാർട്ടേഴ്സിലേക്കാണ്. പേടിക്കണ്ട, അവിടെ എൻ്റെ ഭാര്യയും മോളും ഒക്കെ ഉണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എൻ്റെ രാഹുൽ ശരിക്കും ആരാണ്.